അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ ദുന്യവിയായ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഇടപാടുമായി, പണത്തിൻ്റെ ഇടപാടുമായി, മുതലിൻ്റെ ഇടപാടുമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നല്ലൊരു ഉപദേശം ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നമ്മെ ഉപദേശിക്കുകയാണ്. നാം ഇവിടെ ജീവിക്കുമ്പോൾ പണവുമായി ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട്, അതുമായി ഇടപാട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊന്നും തെറ്റല്ല. പക്ഷെ എവിടൊക്കെയും നാം ശ്രദ്ധിക്കേണ്ട വളരെ നല്ലൊരു ഉപദേശം ബഹുമാനപ്പെട്ടവർ പറയുന്നു. തർക്കു ഫൽസിൻ മിൻ ഹറാമിൻ അഫ്ളലു മിൻ മിഅത്തി അൽഫി ഫൽസിൻ അതസദ്ദഖു ബിഹാ. വല്ലാത്തൊരു വാക്കാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഓ മോനെ, നീ ഇടപാട് ചെയ്യുമ്പോൾ, നീ ജോലി ചെയ്യുമ്പോൾ, നീ പണമുണ്ടാക്കുമ്പോൾ നിന്റെ കുടുംബത്തിന് നോൽക്കണം, അവരെ നല്ല രീതിയിൽ ജീവിപ്പിക്കണം, അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്ന് നീ കരുതിക്കൊണ്ട് നീ വളരെ ഗൗരവത്തോടു കൂടെ ഇവിടെ അധ്വാനിക്കുന്നു, ദുനിയാവ് സമ്പാദിക്കുന്നു, മുതലുണ്ടാക്കുന്നു. അതൊന്നും തെറ്റല്ല. പക്ഷേ അവിടെയൊക്കെ നീ ശ്രദ്ധിക്കേണ്ടത് ഹറാമിയത്തിന്റെ പണം നിന്റെ കയ്യിൽ വരുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കണേ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്ക്, ഹറാമിയത്തിലൂടെ 1 രൂപ അത് നീ ഒഴിവാക്കുന്നത് നിന്റെ പണത്തിൽ നിന്ന് 1000 രൂപ ആൾക്കാർക്ക് സ്വതക്ക ചെയ്യുന്നതിനേക്കാളും, അതേ പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ അതിനെത്ര കൂലിയാണ്, വലിയ കൂലിയാണല്ലോ. പക്ഷേ അതിനേക്കാളും കൂടുതൽ കൂലി 1 രൂപ ഹറാമിയത്തിന്റെ പണം അത് നിന്റെ കയ്യിൽ വരുന്നതിന് തൊട്ട് നീ സൂക്ഷിക്കലാണെന്ന് ബഹുമാനപ്പെട്ടവർ വളരെ ഗൗരവത്തോടു കൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. പലപ്പോഴും ഹറാമിയത്ത് നോക്കിയാൽ, ഹലാല് നോക്കിയാൽ ഇവിടെ ജീവിക്കാൻ പറ്റൂല, ഇവിടെ പണമുണ്ടാക്കാൻ പറ്റൂല എന്ന് നാം പലപ്പോഴും കരുതുകയാണ്. ഒരിക്കലും അത് തെറ്റാണ്. തീർച്ചയായും നാം അങ്ങനെ നല്ല കരുത്തോടുകൂടെ, നല്ല ഈമാനോടുകൂടെ, നല്ല വറയോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ അതിനേക്കുള്ള എല്ലാ വഴികളും അള്ളാഹു എളുപ്പമാക്കി തരും. നമ്മുടെ പണത്തിൽ നിന്നും നാം ധാരാളം സ്വതക്ക ചെയ്യുന്നതിനേക്കാളും പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യുന്നത് അത് വലിയ മഹത്വമുള്ളതാണ്. അതൊന്നും ചെറുതായ വിഷയമൊന്നുമല്ല. ധാരാളം ചെയ്യണം. അതൊക്കെ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലിയ മഹത്വമുള്ളത്, ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് മുതലിൽ വരുന്ന ഹറാമിയത്തിന്റെ പണം വരുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കലാണെന്ന് ബഹുമാനപ്പെട്ടവർ അതിനെ സൂചിപ്പിക്കുകയാണ്. പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, കുറച്ച് ഹറാമിയത്തിന്റെ പണക്ക വന്നാലും അത് പ്രശ്നമല്ല, കൂടുതലൊന്നും ഹറാമിയത്തിന്റെ പണക്കം എൻ്റെ കയ്യിലില്ലല്ലോ, അതൊക്കെയും ധാരാളം സ്വതക്ക ചെയ്ത് പാവപ്പെട്ടവരെ സഹായിച്ച് മറ്റുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ അതിനൊക്കെ കൊടുത്ത് ആ പാപമൊക്കെ എനിക്ക് പൊറപ്പിക്കാൻ കഴിയുമെന്ന് പലപ്പോഴും നാം ചിന്തിക്കുന്നു. തെറ്റാണ്. ഒരിക്കലും ഹറാമിയത്ത് സമ്പാദിച്ച് ഹറാമിയത്തിന്റെ പണത്തിലൂടെ നാം സ്വതക്ക ചെയ്താൽ ഒരിക്കലും റബ്ബ് സ്വീകരിക്കില്ല. അല്ലാഹുവിന് ഇഷ്ടമില്ല. നിന്റെ ഹലാലായ പണം, അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, നിന്റെ ഹലാലായ പണം തന്നെ നീ 1000 രൂപ ഒരാൾക്ക് സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ അത്യാവശ്യമുള്ള ഏറ്റവും പാവപ്പെട്ടവരാൾക്ക് നീ സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പുണ്യമുള്ളത് അതേ ഹറാമിയത്തിന്റെ 1 രൂപ, 1 ദിർഹം നിന്റെ കയ്യിലേക്ക് വരുന്നതിന് സൂക്ഷിക്കുന്ന ആ പ്രവൃത്തിക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ ധാരാളം പ്രതിഫലമുള്ളത്, അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ളത്. അതാണ് നീ സൂക്ഷിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ, നമ്മുടെ കുടുംബം നന്നാകണമെങ്കിൽ, നമ്മുടെ മക്കൾ ഒരു ഭാവി നമ്മെ ബഹുമാനിക്കുന്നവരും നമ്മെ ഇഷ്ടപ്പെടുന്നവരും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ അവരെ കാണണമെങ്കിൽ അതേ അവരെ വളർത്തുമ്പോൾ അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുന്ന പണമൊക്കെയും അത് അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണം. ഹറാമിയത്തിലൂടെയാണ് അവരെ നാം വളർത്തിയത്, അവരെ നാം ഭക്ഷിപ്പിച്ചിട്ടുള്ളെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നാം പിന്നെ ഖേദിക്കേണ്ടി വരും. പിന്നെ നാം മനസ്സിലാക്കും, ഒരിക്കലും നാം പറഞ്ഞതുപോലെ കേൾക്കുന്ന മക്കളായിരിക്കില്ല, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന മക്കളായിരിക്കില്ല. ഇത് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അതാണ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഇത്രമാത്രം ഗൗരവത്തോട് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, മനസ്സിലാക്കി തന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാ പണങ്ങളും നാം സമ്പാദിക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ നാം ഇത് സൂക്ഷിക്കുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സൂക്ഷ്മതയുള്ള ജീവിതം തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.